ഇനി രാഹുൽ മാങ്കൂട്ടത്തിലിനെ സാക്ഷാൽ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധി വിചാരിച്ച രക്ഷപ്പെടുത്താൻ വേണ്ടി കഴിയും എന്ന് തോന്നുന്നില്ല. അതിജീവിതയെ ഭീഷണിപ്പെടുത്താൻ, അതിജീവിതക്ക് പിന്തുണ കൊടുക്കുന്ന ആളുകളെ സൈബറിടത്തിൽ അറ്റാക്ക് ചെയ്തിട്ട് അവരെ പിന്നോട്ട് വലിപ്പിക്കാൻ ആവശ്യമായ നീക്കം ഒരു ഭാഗത്ത് നടക്കുകയാണ്. ഈ വെട്ടുകളിക്കൂട്ടത്തെ ശക്തമായ നിലയിൽ നിയമപരമായും അല്ലാതെയും ഈ നാട് നേരിടും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. വി കെ സനോജ്, ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി. സനോജ്, ഇത് വളരെ നിർണായകമായ ഒരു വഴിത്തിരിവാണ്. പാലക്കാട് MLA-ക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ച് ലൈംഗികാതിക്രമവും നിർബന്ധിത ഗർഭഛിദ്രവും അടക്കമുള്ള ഗുരുതരമായ കാരണങ്ങൾ ഉന്നയിച്ചുകൊണ്ടൊരു യുവതി മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരിക്കുകയാണ്. ഇത് ഇലക്ഷൻ ഘട്ടമാകാം, പല ഘട്ടങ്ങളാകാം. അതിനപ്പുറത്ത് നീതി ഉണ്ടാവുക എന്നുള്ളതാണ് ഏത് ഘട്ടമായാലും പ്രധാനം. ഇനിയിപ്പോ യാതൊരു എക്സ്ക്യൂസുകൾക്കും ഒരു തരത്തിലുള്ള സാങ്കത്യവും ഇല്ലതാനും. എന്ത് സംഭവിക്കും ഈ കേസിൽ? എന്ത് സംഭവിക്കണമെന്ന് ഡിവൈഎഫ്ഐ അടക്കമുള്ള പ്രസ്ഥാനങ്ങൾ വിചാരിക്കുന്നു? അഭിലാഷ്, ഡിവൈഎഫ്ഐ മാത്രമല്ല, കേരളത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും പെട്ട മനുഷ്യത്വം മരിക്കാത്ത എല്ലാ വിഭാഗം ആളുകളും ഈ കേസിൽ ഈ പെൺകുട്ടിക്ക് നീതി കിട്ടണമെന്ന് ആഗ്രഹിക്കുകയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വല്ലാത്ത ഒരു മാനസികാവസ്ഥയിൽ കൂടിയാണ് കേരളത്തിലെ എല്ലാ വിഭാഗം ആളുകളും കടന്നു പോകുന്നത്. കാരണം ഒരു പെൺകുട്ടി, കേരളം പോലെയുള്ള ഒരു 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 ഇടം എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാ നിലയിലും പുരോഗതി പ്രാപിച്ച ഒരു നാടാണ്. അപ്പോൾ അവിടെ വന്നിട്ട് ഒരു പെൺകുട്ടി തൻ്റെ നിസ്സഹായാവസ്ഥ വെളിവാക്കുന്ന നിരവധി ശബ്ദ സന്ദേശങ്ങളും അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങളാണ് പുറത്ത് വിട്ടിട്ടുള്ളത്. അപ്പോൾ അത് സംബന്ധിച്ച് ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ കോൺഗ്രസിൻ്റെ പല നേതാക്കന്മാരും അത് കണ്ടില്ല എന്ന് നടിക്കുക മാത്രമല്ല, ഈ സൈക്കോപാത്തിനെ സംരക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള നിരന്തരം ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം. അപ്പം അതുകൊണ്ട് ഇപ്പോൾ ഒടുവിൽ പെൺകുട്ടി നേരിട്ട് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തിരിക്കുന്നു. അതിന്മേൽ ശക്തമായ നടപടി ഉണ്ടാവും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതുകൊണ്ട് ഇത്രയും ദിവസം കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ ചോദിച്ചുകൊണ്ടിരുന്നത് പരാതി എവിടെ എന്നായിരുന്നു. ഇപ്പം പരാതി കിട്ടിയിരിക്കുന്നു. പിന്നെ ഇതിനകത്ത് രാഷ്ട്രീയമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ ഇപ്പോൾ ഇയാൾ ഈ MLA പദവിയിലിരിക്കുകയാണ്. ഇത് ആരോപണമല്ല, യഥാർത്ഥത്തിൽ വസ്തുതകളാണ് ഒരുപാട് പുറത്തു വന്നത്. ഈ വസ്തുതകളാകെ പുറത്തു വന്ന ഘട്ടത്തിലും ഒരിക്കൽ പോലും എനിക്കെതിരായിട്ട് ഇതാ കെട്ടിച്ചമച്ച ഒരു ആരോപണം കൊണ്ടുവരുന്നു, ഇല്ലെങ്കിൽ ഈ കേൾക്കുന്ന വോയിസ്, നിങ്ങൾ കാണുന്ന ചിത്രങ്ങൾ അത് എന്നെ തകർക്കാൻ വേണ്ടിയിട്ട് ആരോ കെട്ടിച്ചമച്ചതാണ് എന്ന് ഒരിക്കലും ഈ രാഹുൽ മാങ്കൂട്ടം പറഞ്ഞിട്ടില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ അതിന്മേലേക്ക് അന്വേഷണം പോകേണ്ടതാണ്. പക്ഷെ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. അപ്പം അതൊന്നും പറയാതിരിക്കുന്ന ഘട്ടത്തിൽ തന്നെ കോൺഗ്രസിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഇന്നലെ KPCCയുടെ മുൻ പ്രസിഡന്റ്, അല്ലെങ്കിൽ ഈ കേരളത്തിലെ ഒരു ജനപ്രതിനിധി കൂടിയായിട്ടുള്ള MP ആയിട്ടുള്ള സുധാകരൻ, അദ്ദേഹത്തെ കിടന്ന് ന്യായീകരിക്കല്ലേ? എന്തൊരു അപമാനമാണ്, എത്രമാത്രം അബദ്ധമാണ് ഇന്നലെ എല്ലാം അയാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കേട്ട് മരവിച്ചു പോവുകയാണ് ഈ കേരളത്തിലെ ആളുകൾ. അപ്പോൾ അതിനിടയ്ക്കാണ് ഇങ്ങനെ ഒരു പരാതിയും അതിന്മേൽ ശക്തമായ ആക്ഷനും എന്ന് വളരെ പ്രതീക്ഷയോട് കൂടിയിട്ട് നമ്മൾ നോക്കിക്കാണുന്നത്. അതുകൊണ്ട് DYFI ശക്തമായിട്ടുള്ള പിന്തുണ ഈ അതിജീവിതക്ക് കൊടുക്കും. DYFI മാത്രമല്ല, കേരളത്തിലെ ജനങ്ങളൊന്നാകെ ഈ അതിജീവിതക്കൊപ്പം അണിനിരക്കും. അതിജീവിതയെ ഭീഷണിപ്പെടുത്താൻ, അതിജീവിതക്ക് പിന്തുണ കൊടുക്കുന്ന ആളുകളെ സൈബറിടത്തിൽ അറ്റാക്ക് ചെയ്തിട്ട് അവരെ പിന്നോട്ട് വലിപ്പിക്കാൻ ആവശ്യമായ നീക്കം ഒരു ഭാഗത്ത് നടക്കുകയാണ്. ഈ വെട്ടുകളിക്കൂട്ടത്തെ ശക്തമായ നിലയിൽ നിയമപരമായും അല്ലാതെയും ഈ നാട് നേരിടും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഇവന് വേണ്ടിയിട്ട് ഒരു പ്രത്യേക വാർ റൂം തുറന്നിരിക്കുകയാണ്. ഇയാളുടെ പ്രതിച്ഛായ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് പല ഗിമ്മിക്കുകളും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ. നമ്മൾ കാണുകയല്ലേ, ലൈക്ക് അടിക്കാൻ കുറേ ആളുകൾ, കമൻറ്റ് എഴുതാൻ കുറേ ആളുകൾ, സിനിമാ നടിയെ കൊണ്ടുവരുന്നു, സിനിമാ നടിയുടെ സെൽഫി എടുക്കുന്നു, അത് റീൽസ് ആക്കുന്നു, രാഹുൽ മാങ്കൂട്ടം ഭയങ്കരമായ പുണ്യവാളനാണെന്ന് കുറേ ആളുകളെ കൊണ്ട് പറയിക്കുന്നു, കുറേ യൂട്യൂബ് ചെയ്യുന്ന ആളുകളെ വില കൊടുത്തെടുക്കുന്നു. എന്തൊക്കെയാണ് നടന്നുകൊടുക്കുന്നത്? അപ്പോൾ ഒടുവിൽ വളരെ കൃത്യമായി മുഖ്യമന്ത്രിയുടെ അടുത്ത് തന്നെ ഇത് സംബന്ധിച്ച എല്ലാ കാര്യങ്ങളും എത്തിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇനി രാഹുൽ മാങ്കൂട്ടത്തിലിനെ സാക്ഷാൽ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധി വിചാരിച്ച രക്ഷപ്പെടുത്താൻ വേണ്ടി കഴിയും എന്ന് തോന്നുന്നില്ല. നീതി ആ പെൺകുട്ടികൾക്ക് കിട്ടാൻ ആവശ്യമായിട്ടുള്ള എല്ലാ ഇടപെടലും എല്ലാവരും നടത്തും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല.